അവിടെ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ട് റോഡ് ഇങ്ങനെ നടക്കുന്നു. ആര്? ആരാ? നിങ്ങളുടെ പെണ്ണുമ്പിള്ള. അവള് കസ്റ്റമർ കെയർ വിളിക്കുന്നതായിരിക്കും. കസ്റ്റമർ കെയറോ? ഉമ്മ കൊടുക്കുന്ന കസ്റ്റമർ കെയർ എവിടെയാണോ? വല്ല ക്രിസ്റ്റഫറും ആയിരിക്കും. ഇയാൾ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. എന്തിനാ? ചിലപ്പോ വല്ല ഓഫറും കിട്ടിയാലോ ഇയാൾക്ക്? ഉണ്ട്. ഒരു പാന്റ് എടുക്കുമ്പോ 2 ജെട്ടി ഫ്രീ. ഇയാൾ എന്നോട് കയറി ചൂടാവുന്ന എന്തിനാ? എനിക്കൊരു കാര്യം അറിയണമെന്ന്. എന്താ? ഒന്നീ നിങ്ങൾ ഈ ആനയെ മറക്കണം, അല്ലെങ്കിൽ എന്നെ മറക്കണം. ഇതൊക്കെയാണാ ഞാൻ മറക്കേണ്ടത്? എന്റെ ദ്രൗപതിയെ ഞാൻ മറക്കണോ? എന്റെ ദ്രൗപതി അച്ഛനെ ചവിട്ടി പേസ്റ്റ് ആക്കിയത് ഞാൻ മറക്കണോടാ? മറക്കണോന്ന് ഇടാ, മറക്കണോന്ന്. വേണ്ട, കൊച്ചു പ്രേമന്റെ മോന്തയും വെച്ചോണ്ട് 500 കളിക്കാൻ നിക്കല്ലേ കേട്ടാ. താണ്ടേ വിടി, നിങ്ങളായിട്ടുള്ള ജോലി എനിക്ക് വേണ്ട. ഞാൻ രാജിവെച്ചിരിക്കുന്നു, ഞാൻ പോവുക. ഇടാ, നീ കാര്യം പറഞ്ഞിട്ട് പോടേ. കാര്യോ? എത്ര കാലം കൊണ്ട് ഇയാളുടെ ജോലി ചെയ്യുന്നത്? 1 രൂപ ശമ്പളം തന്നിട്ടുണ്ടോ? 1 രൂപ. കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ 10,000 രൂപ നിനക്ക് തന്നത്. ആ 10,000 കൊടുത്താണ് നിങ്ങളുടെ ആനയ്ക്ക് ഇയർഫോൺ മേടിച്ച് വെച്ചു കൊടുത്തത്. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പറഞ്ഞു മുമ്പോട്ട് പോകും. ഇപ്പൊ വല്ല കുരു കൊണ്ടോടെ അതിന്? നീയാടാ എന്നോട് ആത്മാർത്ഥയുള്ള ജോലിക്കാരൻ. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും പറയണ്ട. എന്റെ മോളെ പേടി മാറാൻ വേണ്ടി ഒരു ആനവാല് പുഴുതോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇയാൾ എന്തുവാ പറഞ്ഞേ? ഇടാ, എന്നെ കണ്ടാ പേടിക്കുന്ന ആനയുടെ വാല് കൊണ്ടുപോയിട്ട് നിന്റെ കൊച്ചിന്റെ പേടി എങ്ങനെ മാറൂടാ? എന്നാ പിന്നെ ഈ സാധനത്തിന് എന്താ ഇവിടെ നിർത്തിയേക്കുന്നേ? വല്ല കാട്ടിലും കൊണ്ടുപോയി കളാ. അവളെ കൊണ്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവള് തടി പിടിക്കും. നീയാണെങ്കിൽ എനിക്കെതിരെ കൊടി പിടിക്കും. ഇനിയും പിടിക്കോടോ? ഇനിയും പിടിക്കും. ഞാൻ പിടിക്കാൻ പോവാ. നീ പോയി കഴിഞ്ഞാൽ നിന്നെ പോലുള്ള 1000 എണ്ണത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവരും. കുറെ കാലം കൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. ഒരെണ്ണം വന്നോടെ, ഒരെണ്ണം. എടാ, നമ്മൾ സാധാരണ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് എങ്ങനെ? ആനപ്പാപ്പാനെ ആവശ്യമുണ്ട്. ഇപ്രാവശ്യം ഞാൻ മാറ്റിപ്പിടിച്ച്. എങ്ങനെ? അടവുകൾ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്, ഉണ്ട്. കേറി വാ. വന്ദനം. നമോവാഹം. നമസ്കാരം. എന്തിനാ വന്ന? പത്രപരസ്യം കണ്ടു വന്നതാ. ഈ അടവുകളൊക്കെ അറിയാമോ? പിന്നെ എന്റെ പേര് തന്നെ അടവ് പ്രഭയെന്ന. അടപ്രഥമനാ? ഓ, അടവ് പ്രഭയെന്ന്. ഈ കരമടച്ച രസീത് കയ്യിലിരിപ്പുണ്ടാ? അതെന്തിനാ? വേണ്ടി വരും. മാഡത്തിന്റെ സ്ഥലം എവിടെയാ? ഈരാറ്റുപേട്ട. ഇരട്ടവറ്റ? ഓ, ഈരാറ്റുപേട്ട. ആഹാ. ഈ അടവുകൾ പഠിപ്പിക്കാൻ പോയടത്തുനിന്ന് വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ അടവുകൾ പഠിപ്പിച്ചു. അയ്യോ, അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു വരാൻ ഞാൻ പെട്ട അടവോർത്ത 8 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. നിങ്ങളുടെ പേരാണ് കൊല്ലം വിജി. അങ്ങനൊക്കെ വിളിക്കാറുണ്ട്. പുരസ്കാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? പിന്നെ എടുക്കാൻ പറ്റാത്ത പുരസ്കാരങ്ങളാ കിട്ടിയിരിക്കുന്നേ. അതുകൊണ്ടൊന്നും ഞാൻ എടുത്തോണ്ട് വന്നിട്ടില്ല. മേഡം, ഈ ചില അടവുകൾ നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ? അടവുകൾ പലതരമുണ്ട്. ഈ തട്ടിമുട്ടി അടവ്. തട്ടിമുട്ടി അടവ് അവക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതെന്തിനാ? പിന്നെ എനിക്ക് മേഡത്തിനെ കിട്ടിയില്ലെങ്കിലാ? പിന്നെ ഈ പരവലടവ്. പരവലടവ് അതാണ് ഉദ്ദേശിച്ചത്. പരതി പരതി എടുക്കേണ്ടി വരുമെന്ന്. പിന്നെ മണ്ടി അടവ്. അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ 2 അടവ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ആദ്യമേ അരമണ്ഡലത്തിൽ ഇരിക്കണം. മണ്ടയിലും കയറി ഇരിക്കണ താഴെ നിന്ന് കാണിച്ചാ അയ്യോ, എന്റെ തടസ്സം മാറി. തുമ്പിക്കൈയെ കുറിച്ച് മേഡത്തിന് എന്താണ് അഭിപ്രായം? തുമ്പിക്കൈയെ കുറിച്ച് ഞാൻ ഒരു കീർത്തനം തന്നെ രചിച്ചിട്ടുണ്ട്. തുമ്പിക്കൈയിൽ മോദകമെന്നും. അത് ഭക്തിഗാനം. വാലിനെ കുറിച്ചോ? വാലിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അത് ചലച്ചിത്രഗാനം. മേഡം, ഈ മതപ്പാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മതപ്പാട്ട് ഞാനൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. വരച്ചാലും കുരിശു വരച്ചാലും. ആശാനെ, ഇത് നിങ്ങൾക്കൊരു കുരിശായി മാറും. നീ എനിക്കിപ്പോ കുരിശാവുന്ന പേടി. മേഡം, ഈ ശയനത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശയനമാണ് എനിക്ക് ഇഷ്ട വിഷയം. എനിക്കും. സന്ധ്യയൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാ ഈ നിലവിളക്കൊക്കെ അങ്ങോട്ട് കത്തിച്ചു വെച്ച് വാക്കണി ഞാൻ അങ്ങനെ ഇരിക്കും. വാക്കണ്ണാടിയിലൊന്നും കയറിയിരിക്കല്ലേ? വാക്കിണ്ടി വാക്കണ്ണാടി ഒന്നുമല്ല, എറായത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ മന്ദമാരുതം കേറി ഇഞ്ഞു വരും. അവൻ വരുമ്പോഴേ ആ സിവിലിന്ന് ഒരു പൈൻ്റൂടെ എടുത്തോണ്ട് വരാൻ പറയോ? കാറ്റ് കേറി വരുമെന്ന്. അപ്പൊ എനിക്കിതേ ഒരാലസ്യം ഇങ്ങനെ വരും. അയ്യോ, മോഹാലസ്യപ്പെടല്ലേ. വിട്ടപ്പോ ഞാൻ ഇങ്ങനെ അങ്ങ് കിടക്കുക. എന്ത് സുഖം. ആശാനെ, ആ നിക്കണതും ഈ കിടക്കണതും ഒരമ്മ വെറ്റ മക്കളെ പോലുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? പാലിന്റെ ആട്ടം നോക്ക്. നിക്ക്, ഇത് ഉറങ്ങിയെന്തോന്ന്. എഴുന്നേക്ക്, ഇവിടെ നിന്ന് കിടന്നുറങ്ങരുത്. വാ എഴുന്നേക്ക്. ഞാൻ പിടിക്കാം.
യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കാടാമുട്ട കമ്പനിയില്. ലോഡിങ് ആൻഡ് അൺലോഡിങ്ങോ? കാടാമുട്ട കമ്പനിയിലേ ആ കാടാമുട്ടയുടെ പുറത്ത് ആ കറുത്ത ഡിസൈൻ ഇല്ലയോ, ഓ. അത് വരപ്പായിരുന്നു ജോലി. അപ്പൊ നല്ല വരപ്പുകാരിയല്ലേ? മൂക്ക് കണ്ട് ഇച്ചാ ഇമ്ളാ ഇക്കള ഇടിച്ചു പോടാവുന്നു. എടാ നല്ല മൂടായി വരുമ്പോഴാ നിന്റെ ഇക്കളാ ഇമ്ളാ ഇച്ചള പോടായിരുന്നു. അയ്യോ എന്നെ പിടിക്ക്, എന്നെ പിടിക്ക്. ഓ പിടിക്കടാ. ആരെങ്കിലും പിടിക്ക്. എന്റെ ദൈവമേ ഇതിന്റെ കാര്യം. ദേ, അടവുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു 10,000 രൂപ എന്റെ ജീപ്പിലിടണം. ജീപ്പിലിട്ടാ നിങ്ങക്ക് കിട്ടുവോ? ഓ ഈ കടകളിൽ പൈസ വെച്ചേക്കാം ഓ കൊടുക്ക അയ്യോ അല്ല, ജീപ്പി ഗൂഗിൾ പേ. അല്ല ഈ കുട്ടിയുടെ ആകാരമൊക്കെ എങ്ങനാ? അതിനു വേണ്ടി തന്നെയല്ലേ അവള് ജീവിക്കുന്നത്. ഭക്ഷണക്കാരി അല്ല ഞാൻ ചോദിച്ചത്. പിന്നെ? സൗന്ദര്യം കറുമുറാന്നിരിക്കും. കമൃതിനെ പോലെ ഇരിക്കോ? കറുമുറാന്നിരിക്കും. അത് പോട്ട്. അല്ല എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നേ? കരിമ്പിൻ പട്ട. കരിമീൻ പട്ടയോ? കരിമീൻ പട്ടയല്ല, കരിമ്പിൻ പട്ട. കറുകപ്പട്ട, പനം പട്ട. തുപ്പട്ട. ഛെ, ഞാൻ വെളിയിൽ പോയി തുപ്പിയിട്ട് വരട്ടാന്ന് ചോദിച്ചതാ. പിന്നൊരു പട്ട ഉണ്ട്, ചണ്ണപ്പട്ട. അതെവിടെ കിട്ടും? അത് അഞ്ചൽ എന്ന സ്ഥലത്ത് പോയാലേ കിട്ടും. ആ, എന്റെ കുട്ടിയൊക്കെ ഞാൻ ഒന്നും അല്ല കൊടുക്കുന്ന, ലേഹ്യങ്ങളാ. ചവനപ്രാശം. ചവനപ്രകാശനോ? അല്ല ചവനപ്രാശം. ആ. അജമാംസ രസായനം. അജയന്റെ മാംസം എന്തുവാടെ ഇത്? ആട്ടിൻ ലേഹ്യം. ആ. പിന്നെ കദളി രസായനം. കഥകളിയും ഡാൻസ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. ഇതേ ഈ അടവുകളൊക്കെ കഴിഞ്ഞ കുട്ടി അമ്പല പരിപാടിക്ക് അമ്പല കൊണ്ടുപോകണം. പരിപാടിക്കൊന്നും പോകാക്കത്തില്ല. അതെന്താ? ഒരു വട്ടം അമ്പല പരിപാടിക്ക് പോയതാ എന്റെ 10 സെന്റും വീടും പോയത്. അത്രയ്ക്ക് വലിയ പരിപാടിയായിരുന്നോ? പിന്നെ തട്ട് തകർപ്പൻ പരിപാടി, സ്റ്റേജ് അടിച്ച് പൊളിച്ചളഞ്ഞില്ലേ. പരിപാടി തുടങ്ങിയതും ജനങ്ങളെല്ലാം കിഴക്കോട്ടാണോ പടിഞ്ഞോറാട്ടാണോ തെക്കോട്ടാണോ? കച്ചവടക്കാരൻ ഓടിയ വഴിക്ക് കയ്യും കണക്കൂല. ബലൂൺ കച്ചവടക്കാരൻ അവസാനം ഞാൻ ചിരിച്ച് എന്റെ ഊപ്പാട് വന്ന്. മതി ചിരിച്ചത്. ദേ രാഘുവാല ആവാറായി കേട്ടോ. ഓ, മേള അങ്ങോട്ട് തുടങ്ങിയാട്ടെ. എന്തിനാ താലി കെട്ടണ്ടായോ? ഇത് എത്രാമത്തെയാ? ഓർമ്മയില്ല. ഓ Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.